ഏപ്രിൽ 8 ചൊവ്വാഴ്ച. യോഹന്നാൻ 8:21 മുതൽ 30 വരെ വാക്യങ്ങൾ. സ്വർഗസ്ഥനായ പിതാവ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് കഷ്ടപ്പാടിലൂടെയും മരണത്തിലൂടെയും രക്ഷിക്കുവാനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കുരിശില്ലാതെ യേശുവിൻ്റെ വ്യക്തിത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. യേശു ഈ ലോകത്തിൻ്റേതല്ല, അവൻ തന്നെ അയച്ച പിതാവിൻ്റേതാണ്. അതിനാൽ അവനെ അയച്ചവനെ പ്രസാദിപ്പിക്കുക എന്നതാണ് യേശുവിൻ്റെ ഏക ലക്ഷ്യം. അവനെ അയച്ചവൻ സർവശക്തൻ മാത്രമല്ല, ഒരിക്കലും അവനെ ഒറ്റയ്ക്ക് വിടാത്ത കരുണാമയനുമായതിനാൽ അവൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. മോശയ്ക്ക് ദൈവം തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തിയത് ഞാനാകുന്നു എന്ന് പറഞ്ഞാണ്. അങ്ങനെ യേശുവും പിതാവായ ദൈവവും ഒന്നാണ്. യേശുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ നന്നായി അറിയാൻ കഴിയൂ. യേശു ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നവരോട് അവർ മരണത്തിലെ അടിമയാകുന്നു എന്ന് പറയുന്നു. നാം അവനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നാം മരിക്കും. നാം യേശുവിനെ അന്വേഷിക്കും, പക്ഷേ നമ്മുടെ പാപങ്ങൾ നിമിത്തം നമുക്കവനെ കാണാനാവില്ല. നമ്മുടെ പാപങ്ങളുടെ മോചനത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് പറുദീസയിൽ അവനോടൊപ്പം ചേരാൻ കഴിയില്ല. അതിനാൽ താഴ്മയോടെയും നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി നിരന്തരം അപേക്ഷിക്കുകയും ചെയ്യുന്നത് വഴി കർത്താവിന് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. പലരും വിശ്വാസത്തെ മതത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു കാര്യം മാത്രമായി കണക്കാക്കുന്നു. തൽഫലമായി അവർ അതിനെ ചില മതപരമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയോ ചില സിദ്ധാന്തങ്ങളിലും പാരമ്പര്യങ്ങളിലും വിശ്വസിക്കുന്നതായി മാത്രം ചുരുങ്ങുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും വിശ്വസ്തതയുടെയും കാര്യമാണ്. ഞാനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു യഹൂദന്മാരോട് പറയുന്നു. ഇതിനർത്ഥം അവനിലുള്ള വിശ്വാസം മാത്രമേ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൂ എന്നാണ്. വിശ്വാസക്കുറവ് എന്നത് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും മറക്കുക എന്നതാണ്. വിശ്വാസക്കുറവ് തെറ്റായ വിധിയും വിലയിരുത്തലും സൂചിപ്പിക്കുന്നു. സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസക്കുറവ് അടിസ്ഥാനപരമായി ഈ ലോകത്തിൽ നിന്നുള്ളവനായിരിക്കുക എന്നും താഴെ ആയിരിക്കുക എന്നർത്ഥമാക്കുന്നു. യേശു അവിശ്വാസികളായ യഹൂദന്മാരോട് പറയുന്നത്, അവർ തന്നെ വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? വിശ്വാസമില്ലായ്മയിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എങ്ങനെ വളരാം? ആദ്യം നമ്മുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുക. രണ്ടാമതായി യേശുവിലേക്ക് നോക്കുക.
നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉയർത്തി അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റേതായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം സത്യമാകൂ. യേശു ചെയ്തതുപോലെ ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നതിലൂടെ നാം നമ്മുടെ വിശ്വാസം വ്യക്തമായി പ്രകടമാക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.